ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ജനയുടെ വീട്ടിലേക്ക് കടക്കാരൻ അങ്ങ് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് തരാനുള്ള 10 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തരണമെന്നങ്ങ് പറയാണ്. അങ്ങനെ അഞ്ജനയുടെ ഭർത്താവും മകളും ഒക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ അവരോട് ഒരുപാട് മോശമായിട്ട് തന്നെ ഈ കടക്കാരൻ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അഞ്ജനയുടെ മകൾക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ അയാൾ എന്നെ ഒരുപാട് അങ്ങ് ഉപദ്രവിച്ച ശേഷം അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കണം കേട്ടോ. ഈ സമയത്ത് അയാൾ പോകുന്ന വഴിയിൽ കമ്മീഷണറെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ കമ്മീഷണർ പറയുന്നുണ്ട്, ഇനി മേലിൽ നീ അയാളെന്നെ ഉപദ്രവിക്കരുത്, അവരെ വീട്ടിൽ പോയി എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി നീ ഉപദ്രവിക്കരുത്, നിനക്ക് തരാനുള്ള 10 ലക്ഷം രൂപ ഞാൻ തന്നോളാം എന്നങ്ങ് പറഞ്ഞ് അയാൾ കടക്കാരനെ അങ്ങ് പറഞ്ഞയക്കാണ് കമ്മീഷണർ. ഈ സമയത്ത് അഞ്ജനയെ ചൊല്ലി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജനയുടെ ആദ്യത്തെ മകൾ കാരണമാണ് നമുക്ക് ഈ ഒരു ദുരിതം വന്നത്. നമുക്ക് കിട്ടേണ്ട സ്വത്തുക്കൾ കൂടി ഇനിയിപ്പോൾ അവളുടെ പേരിലല്ല മാറ്റിയിരിക്കുന്നത് മുത്തശ്ശൻ എന്നൊക്കെ പറയാണ്. അപ്പോഴാവും അഞ്ജനയോട് ചോദിക്കാൻ വേണ്ടി പറയും, നിൻ്റെ അമ്മയോട് തന്നെ പോയി ചോദിച്ചു നോക്ക്, എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ് ഇപ്പോൾ അവളുടെ ആദ്യത്തെ സന്തതി അനുഭവിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ ഉത്തരം അഞ്ജന തന്നെ തരണം എന്നൊക്കെ അങ്ങനെ മകളോട് അച്ഛനായ അരവിന്ദ് അങ്ങ് പറയാണ്. അങ്ങനെ മകൾ നേരെ ചെല്ലുന്നത് അഞ്ജനയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അഞ്ജനയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആദ്യത്തെ സന്തതി കാരണമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുക്കൾ പോലും ഇപ്പോൾ കിട്ടാത്തത്. ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ പ്രസവിച്ചത്? ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയുടെ മനസ്സിൽ അങ്ങ് മുറിവേൽപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ കമ്മീഷണർ അങ്ങ് വരികയാണ്. അങ്ങനെ കമ്മീഷണർ ഇത് കേൾക്കുന്ന സമയത്ത് അഞ്ജനയോട് സ്വന്തം മകൾ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ കമ്മീഷണർക്ക് ആകെ സങ്കടം വന്നിട്ട് തന്നെ അഞ്ജനയുടെ മകളുടെ കരൺ അടിച്ചങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാരായോ? നിൻ്റെ അമ്മയല്ലേ? നിൻ്റെ അമ്മയോടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്ന് വളർന്നു വന്നപ്പോഴത്തേക്കും അമ്മയോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പാടുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അഞ്ജനയുടെ മകളുടെ കാരണം അടിച്ചു പൊട്ടിക്കുന്നത്. നിനക്കിപ്പോൾ എന്താണ് വേണ്ടത്? അമ്മാവന് എന്താണെന്ന് മനസ്സിലായില്ല. ഈ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. എല്ലാത്തിനും ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്ന് പറയും. നിനക്കിപ്പോൾ പൈസയാണോ വേണ്ടത്? എന്നാൽ ഇതാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു കെട്ട് നോട്ടങ്ങ് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ തീർന്നില്ലേ നിൻ്റെ പ്രശ്നം? ഇനി നീ ഇത് വെച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇത് കഴിയുമ്പോൾ നീ എന്നോട് പറഞ്ഞാൽ മതി, നിനക്കുള്ള പൈസയൊക്കെ ഞാൻ തന്നോളാം എന്നങ്ങ് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുകയാണ്. അപ്പോഴൊക്കെ അഞ്ജന അങ്ങനെ പൊട്ടിക്കരയാൻ കേട്ടോ. എന്നിട്ട് അഞ്ജനയുടെ ഭർത്താവായ അരവിന്ദിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ളത് വണ്ടിയിലുണ്ട് അളിയ എന്ന് പറയണ്. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് കള്ള് തന്നെയായിരിക്കും. അങ്ങനെ അരവിന്ദ് ഓടി ചെന്നിട്ട് കള്ള് എടുക്കാൻ വേണ്ടി കാറിലേക്ക് അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ അരവിന്ദ് പോയി കഴിഞ്ഞ ശേഷം അഞ്ജനയോ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കമ്മീഷണർ. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ നീ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് നീ സങ്കടപ്പെടരുത് എന്ന് പറയുമ്പോൾ, എന്നെ അലക്സ് അച്ചായൻ കാണാൻ വേണ്ടി വന്നിരുന്നു, നീ നിൻ്റെ മോളെ അന്വേഷിച്ച് ഇനിയും പോകുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ നീ ഒരിക്കലും നന്ദനെ കാണാൻ പോകരുത്, അത് ഏട്ടന് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ഏട്ടന് അയാളോട് അത്രയ്ക്കധികം പകയുള്ളതൊക്കെ നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജന പറയാണ്, എങ്കിൽ എൻ്റെ മോളെ എനിക്കൊന്ന് കാണിച്ചു താ, എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടാവില്ലേ? നീ ഏട്ടൻ്റെ കയ്യിലല്ലേ എൻ്റെ മോളുടെ ഫോട്ടോ ഉള്ളത്, അതുകൊണ്ട് ഏട്ടൻ എന്തായാലും അറിയാൻ കഴിയും എൻ്റെ മോൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കമ്മീഷണർ അവിടെ ഒരു നുണ പറയാൻ കേട്ടോ. ഞാൻ എത്രയും പെട്ടെന്ന് നിൻ്റെ മോൾ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അത് ഏട്ടൻ കളവ് പറയുകയാണ്, ഏട്ടൻ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നൊക്കെ അഞ്ജന പറയുമ്പോഴും കമ്മീഷണർ പിടികൊടുക്കാതെ പറയാണ്, ഇല്ല ഞാൻ കണ്ടെത്തിയിട്ടില്ല, ഞാൻ കണ്ടെത്തും, എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്തി നിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണർ അങ്ങ് അഭിനയിച്ചുകൊണ്ട് തന്നെ അഞ്ജനയെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പൂജയാണെന്ന് കരുതിയിട്ട് റാണിയെയും കൂട്ടിയിട്ട് അച്ഛമ്മയും അരുണിമയും സൂര്യപ്രഭയിലേക്ക് സ്വാമിയെ കാണാൻ വേണ്ടി ചെല്ലാൻ കേട്ടോ. അങ്ങനെ സ്വാമിജിയെ കാണുന്ന ആ സമയത്തൊക്കെ റാണിയുടെ മനസ്സിൽ നന്നായിട്ട് തന്നെ പേടിയുണ്ട്, എന്നെ എങ്ങാനും ഈ സ്വാമിജി കണ്ടെത്തുമോ, പൂജയല്ല ഞാൻ എന്നുള്ള കാര്യം ഈ സ്വാമിജി കണ്ടെത്തുമോ എന്നുള്ള പേടിയിലാണ് റാണി അവിടെ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ സ്വാമിജി അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ സ്വാമിജി പൂജയെ കാണുമ്പോൾ, എന്താ പൂജ, നിനക്ക് ഇവിടെയൊക്കെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വാമിജിയെ കാണുമ്പോൾ റാണി ഒന്നങ്ങ് പുഞ്ചിരിക്കാൻ കേട്ടോ. നിൻ്റെ ഈ ചിരിയിൽ തന്നെ ഉണ്ടല്ലോ പൂജ, ഇവിടെയൊക്കെ അപരിചിതമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ സ്വാമിജി പറയുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ റാണിക്ക് നന്നായിട്ട് തന്നെ പേടി വരുന്നുണ്ട്. ഇയാളെങ്ങാനും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഹിപ്നോട്ടിസം ചെയ്തിട്ടാണെങ്കിലും അറിയുമോ, എനിക്കാകെ പേടിയാവുന്നില്ല, എൻ്റെ പിടിവള്ളി വിട്ടുപോകുമോ എന്നുള്ള ഭയത്തിലാണ് റാണി അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അരുണിമയും അച്ഛമ്മയും പറയുന്നുണ്ട്, പൂജയ്ക്ക് ആ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം സ്വാമിജി എന്താണെന്നറിയില്ല, ചില സമയങ്ങളൊന്നും ഒന്നും ഓർമ്മയില്ല, മൊത്തത്തിൽ എന്തൊക്കെയോ ആയിട്ട് അങ്ങ് പെരുമാറുന്നതൊക്കെയെന്ന് പറയുമ്പോൾ
പറയുമ്പോൾ എല്ലാം ശരിയാവും. എന്തായാലും സ്വാമിജി റാണിയെ ഒന്ന് ആക്കിയ രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. റാണിയെ സംശയമുള്ളതുപോലെ തന്നെയാണ് സ്വാമിജിയുടെ മനസ്സിൽ. ഇത് പൂജയല്ല എന്നുള്ള ആ ഒരു തോന്നലിലാണ് സ്വാമിജി റാണിയോട് സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കണ്ട എന്നും കരുതിയിട്ട് സ്വാമിജി റാണിയോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ അങ്ങ് റൂമിലേക്ക് വാ, പൂജാമുറിയിലേക്ക് വായോ പൂജ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും തനിച്ചൊന്ന് സംസാരിക്കണം എന്നങ്ങ് പറയട്ടെ. അത് കേട്ടപ്പോൾ റാണി ഒന്നങ്ങ് പേടിക്കുകയാണ്. ഇയാൾക്ക് എല്ലാ കള്ളത്തരവും ഇന്നോട് കൂടി തന്നെ പൊളിയും, അതുകൊണ്ട് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നങ്ങ് റാണി അങ്ങ് മനസ്സിൽ കരുതാണ് കേട്ടോ. എന്നിട്ട് സ്വാമിജി പറയണ, വാ പൂജ എൻ്റെ കൂടെ വായോ എന്നങ്ങ് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ റാണി അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ തല കറങ്ങി വീഴുന്ന പോലെ അങ്ങ് അഭിനയിക്കാൻ കേട്ടോ. എന്നിട്ട് റാണി അങ്ങ് ബോധം കെട്ട് വീഴാണ്. അത് കാണുമ്പോൾ അരുണിമയും അച്ചമ്മയും ആകെ അങ്ങ് പേടിക്കാൻ കേട്ടോ. എന്നിട്ട് പൂജമോളെ എന്നങ്ങ് പറഞ്ഞ് അവരങ്ങ് നിലവിളിച്ചുകൊണ്ട് കരയാണ്. അപ്പോൾ സ്വാമിജി പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പൂജ അവിടെ വീണ് കിടക്കുകയെന്ന് മനസ്സിലാവാണ്. അപ്പോൾ റാണിയുടെ കള്ളത്തരമൊക്കെ സ്വാമിക്ക് അങ്ങ് മനസ്സിലാവാണ്. മാറി നിൽക്ക് എന്നും പറഞ്ഞിട്ട് സ്വാമി റാണിയുടെ കണ്ണങ്ങ് തുറന്നു നോക്കാൻ കേട്ടോ. അപ്പോൾ റാണി മനസ്സിൽ കരുതുന്നുണ്ട്, ഇയാളെൻ്റെ കൃഷ്ണമണിയൊക്കെ വലിച്ചു പുറത്തിടുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ്. ഇനി എങ്ങാനും ഇയാൾക്ക് എല്ലാ കള്ളത്തരവും മനസ്സിലാകുമോ എന്നുള്ള പേടിയോട് തന്നെയാണ് റാണി അവിടെ ഇങ്ങനെ ബോധമില്ലാതെ അങ്ങ് കിടക്കുന്നത്. അങ്ങനെ സ്വാമി പറയാണ്, പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേനൊന്ന് ബോധം വന്നോളും. ഇത് പേടിച്ചുകൊണ്ടാണ്, ആ ആക്സിഡൻറ്റ് നടന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. എന്തായാലും നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളൂ, എന്നിട്ട് അർജുൻ്റെ എല്ലാ കാര്യവും ഭേദമാവട്ടെ, അർജുൻ്റെ അസുഖമൊക്കെ ഭേദമായ ശേഷം ഇവർ രണ്ടുപേരും കൂടി എന്നെ ഒന്നുകൂടി കാണാൻ വേണ്ടി വരണം. ആ സമയത്ത് എനിക്ക് അർജുനോട് കുറച്ച് സംസാരിക്കാനുമുണ്ട്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് പോയിക്കോളൂ എന്നങ്ങ് പറഞ്ഞിട്ട് അവരെ ഞങ്ങൾ സ്വാമിജി പറഞ്ഞയക്കാം കേട്ടോ. അങ്ങനെ സ്വാമിജിക്ക് ചെറുതായിട്ടൊരു സംശയം വരികയാണ്. എന്നിട്ട് അവരോട് തന്നെ സ്വാമിജി പറയുന്നുണ്ട്, ഇതിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ലാത്ത പൂജയാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് സ്വാമിജി അവരെ അങ്ങ് പറഞ്ഞയക്കാണ്. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ നിന്ന് തൽക്കാലത്തേക്കാണെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങ് റാണി പോവാൻ കേട്ടോ. അങ്ങനെ റാണി മനസ്സിൽ കരുതുന്നുണ്ട്, അതിന് ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ സ്വയം പറയാൻ കേട്ടോ. സ്വാമിജിയുടെ അടുത്തേക്ക് ഇനി ഞാൻ വരില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് റാണി അവിടുന്ന് പോകുന്നത്. പിന്നീട് അർജുനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് സ്നേഹയും അഖിലും കൂടി വരികയാണ്. അപ്പോൾ കനകേച്ചി അങ്ങ് സ്വീകരിക്കാൻ കേട്ടോ. എന്നിട്ട് കനകേച്ചിക്ക് സ്നേഹയും അഖിലിനെയും കാണുമ്പോൾ നന്നായിട്ട് തന്നെ സന്തോഷം വന്നിട്ട് അർജുൻ്റെയും പൂജയുടെയും കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ ആക്സിഡൻറ്റിന് ശേഷം പൂജ മോൾക്ക് നന്നായിട്ട് തന്നെ ഒരു വ്യത്യാസമുണ്ട്, എന്താണെന്നറിയില്ല, പൂജ മോൾ പെരുമാറുന്ന രീതിയെല്ലാം തന്നെ ഒരു വ്യത്യാസം, അങ്ങനെയൊക്കെ അങ്ങ് കനകേച്ചി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അഖിലും സ്നേഹയും അതൊന്നുമില്ല, കനകേച്ചിക്ക് തോന്നുന്നതാണ്, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പൂജേച്ചിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, പൂജേച്ചിക്ക് ഞങ്ങളെന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് അവരകത്തേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ കാണാം പൂജ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വരികയാണ്, റാണി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വരികയാണ്. അങ്ങനെ പൂജയാണെന്നും കരുതിയിട്ട് സ്നേഹയും അഖിൽ റാണിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുക കേട്ടോ. അങ്ങനെ അഖിൽ പൂജയാണെന്ന് പൂജേച്ചി എന്നും പറഞ്ഞിട്ട് റാണിയുടെ കൈകളിൽ അങ്ങ് പിടിക്കുമ്പോൾ പതുക്കെ അങ്ങ് കൈ അങ്ങ് വലിക്കുകയാണ് കേട്ടോ റാണി. എന്നിട്ട് സ്നേഹയും ഒന്ന് പിടിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ കൈ അങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ റാണി. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇത് തന്നെ ആയിരിക്കും അർജുൻ്റെ അനിയൻ അഖിൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ്, അഖിലെ എന്നൊക്കെ പറയുമ്പോൾ എന്താ പൂജേച്ചി എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ വെറുതെ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അധികം സംസാരിക്കാതെ അങ്ങ് ഒഴിയാണ് കേട്ടോ. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, അർജുനേട്ടനെ കാണാൻ വേണ്ടിയിട്ട് അഖിൽ അങ്ങ് പോയിക്കോ, നിങ്ങൾ ആണുങ്ങൾ തമ്മിൽ അങ്ങ് സംസാരിച്ചേക്ക്, ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് സ്നേഹ റാണിയുടെ കയ്യും അങ്ങ് പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അതൊന്നും തന്നെ റാണിക്ക് തീരെ ഇഷ്ടാവുന്നില്ല. എന്നിട്ട് റാണിയെ കൂട്ടിയിട്ട് സ്നേഹ ചോദിക്കുകയാണ്, അല്ല പൂജേച്ചി എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, കുറേ കാലത്തിന് ശേഷമല്ലേ നിങ്ങൾ ട്രിപ്പൊക്കെ പോയത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അതൊന്നും തന്നെ റാണിക്ക് അങ്ങ് പിടിക്കില്ല കേട്ടോ. അപ്പോൾ റാണി എന്താ ഞാനിപ്പോൾ ഇവളോട് പറയുക, എൻ്റെ കള്ളത്തരമൊക്കെ ഇവളങ്ങ് കണ്ടുപിടിക്കുമോ എന്ന് പേടിച്ചിട്ട് റാണി അങ്ങ് ചൂടാവാണ്ട്, നീ എന്താ ഈ മുതിർന്നവരോട് സംസാരിക്കാൻ വരുന്നത്, ഇങ്ങനെയൊക്കെയാണോ മുതിർന്നവരോട് സംസാരിക്കുന്നത്, നിന്നോട് ഞാൻ കുറച്ച് മയത്തിൽ നിന്നു എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, നീ ഒന്ന് പോയേ എന്നങ്ങ് പറഞ്ഞിട്ട് കുറച്ച് ചൂടായിട്ട് തന്നെ
തന്നെ റാണി സ്നേഹയോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് പൂജേച്ചി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും റാണി അതൊന്നും കേൾക്കാൻ കൂട്ടാകാതെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ സ്നേഹക്ക് ആകെ ഒരു വിഷമാവുകയാണ് കേട്ടോ. ഇങ്ങനെയൊന്നും പൂജേച്ചി പെരുമാറാറില്ലല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റി എന്നിങ്ങനെ കരുതിയിട്ട് വിഷമിച്ചുകൊണ്ട് സ്നേഹ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ റാണി അർജുൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് അർജുൻ്റെ അടുത്തേക്ക് അഖിൽ ചെന്നിട്ടുണ്ടാവും. എന്നിട്ട് അജുവേട്ട എന്താ ഉണ്ടായത്, എന്താ സംഭവം, എന്താ എല്ലാവരും ഇങ്ങനെ പൂജേച്ചിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ അതേടാ അഖിൽ, എന്താണെന്നറിയില്ല, പൂജയുടെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ആ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ പൂജയെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. ചില സമയങ്ങളിൽ പൂജയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ അഖിലിനോട് അർജുൻ പറയാൻ കേട്ടോ. അങ്ങനെ അല്ല, ഇതിപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, അന്ന് ആ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് കമ്മീഷണർ തന്നെയാണോ എന്ന് അതെ, അയാൾ തന്നെയാണ്. അയാൾ നന്ദൻ അങ്കിളിനെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പൂജേച്ചിയെ അവിടെ ഒന്നും കണ്ടില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളുകൾ തന്നെയാണ് പറഞ്ഞത്. അവിടെ വണ്ടിയിലൊന്നും തന്നെ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല, പൂജയില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ആക്സിഡൻറ്റ് നടന്ന ആഘാതത്തിൽ പൂജേച്ചി തെറിച്ച് വീണിട്ടുണ്ടാവും. പിന്നീട് നേരെ അത് കമ്മീഷണറുടെ കയ്യിലാവും പൂജേച്ചിയെ കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ പൂജേച്ചിയെ കമ്മീഷണറുടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അഖിൽ പറയാണ്. അപ്പോൾ അല്ലടാ, അങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് നമ്മളോട് നന്നായിട്ട് തന്നെ ദേഷ്യമുണ്ട്. നന്ദൻ അങ്കിളിൻ്റെ ഫാമിലി ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് അയാളുടെ ദുരുദ്ദേശം. അതുകൊണ്ട് പൂജയെ അയാളുടെ കസ്റ്റഡിയിൽ കിട്ടിയാൽ പിന്നീട് അയാൾ ഒരിക്കലും പൂജയെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കില്ലല്ലോ. അതിൽ അയാൾക്ക് എന്താ പിന്നെ കാര്യമുള്ളത് എന്നൊക്കെ അർജുൻ പറയാട്ടോ. അങ്ങനെയല്ല ഏട്ടാ, അതെ, ഞാനിപ്പോൾ പൂജയെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളുകളെ കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ആർക്കും തന്നെ കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഖിലിനോട് അർജുൻ അങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടും കൊണ്ട് തന്നെയാണ് കേട്ടോ അവിടുന്ന് റാണി അങ്ങ് വരികയാണ്. അങ്ങനെ റാണി അഖിലും അർജുനും കൂടി സംസാരിക്കുന്നതൊക്കെ അങ്ങ് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.